നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ആപ്ലിക്കേഷനാണ് പേടിഎം. പേടിഎം വഴി എങ്ങനെ ക്യാഷ് നമുക്ക് നേടാമെന്നും പേടിഎമ്മിലൂടെ എങ്ങനെ ക്യാഷ് ആൾക്കാർക്ക് കൊടുക്കാമെന്നും മൊബൈൽ റീചാർജ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മുടെ ബില്ലുകൾ അടയ്ക്കാമെന്നും വിശദമായാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പേടിഎം വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോഴത്തെ പണ പ്രതിസന്ധിയിൽ നിന്ന് ആൾക്കാർക്ക് രക്ഷ നേടാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് ആൾക്കാർക്ക് കൈകൊണ്ട് നടക്കാൻ സാധിക്കാത്ത ഒരു അവസരത്തിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ ക്യാഷ്ലെസ് ഇന്ത്യയുടെ ഭാഗമായി ഈ പേടിഎം ഇപ്പോൾ വളരെ പോപ്പുലറാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക, പേടിഎം ടൈപ്പ് ചെയ്യുക, പേടിഎം വാലറ്റ് ആൻഡ് റീചാർജ് ഓപ്പൺ ആക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, അക്സെപ്റ്റ് കൊടുക്കുക. പേടിഎം ഏകദേശം ഡൗൺലോഡായി കഴിഞ്ഞു. ഇൻസ്റ്റാളിംഗ് നടക്കുകയാണ്. ഇൻസ്റ്റാളിംഗ് പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ഇൻസ്റ്റാളിംഗ് കഴിഞ്ഞു. പേടിഎം എങ്ങനെ ഓപ്പൺ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. പേടിഎം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. പേടിഎം ഓപ്പൺ ആയി വരികയാണ്. ഇതാണ് പേടിഎമ്മിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജ്. ഇവിടെ നിന്ന് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് തിരഞ്ഞെടുക്കുന്നത്. മലയാളം വേണമെങ്കിൽ മലയാളം, മറാഠി, അത് തമിഴ് വേണമെങ്കിൽ തമിഴ്, ഏത് വേണം സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഇത് ഓൾറെഡി രജിസ്റ്റർ ആയവർക്കാണ് ഇപ്പോൾ മൊബൈൽ നമ്പറും പേടിഎമ്മിൻ്റെ പാസ്വേഡും കൊടുത്ത് നമുക്ക് ചെയ്യാം. പുതിയതായി വരുന്ന ആൾക്കാർക്ക് ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. മൊബൈൽ നമ്പർ നമുക്കൊരു പാസ്വേഡ് കൊടുക്കാം, അതൊരു ഇമെയിൽ ഐ ഡി അത് കൊടുത്ത് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ ഒരു കോളമുണ്ട്, അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ആവും. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ആയതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. ഞാൻ ലോഗിൻ ടു പേടിഎം കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്കത് ചെയ്യാൻ കഴിയും. ലോഗിൻ സെക്യൂർ ലോഗിൻ എന്നുകൊണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോഗിൻ ആവുന്നത് കാണാം. ലോഗിൻ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് പേ ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. എന്തൊക്കെ ഓപ്ഷനാണ് ഇവിടെ? പേ ചെയ്യാം, മണി ആഡ് ചെയ്യാം. ബാങ്കിൽ നിന്ന് മണി നമ്മുടെ പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ പേടിഎം വർക്കാവുകയുള്ളൂ. പേടിഎമ്മിൽ ഇപ്പോൾ പൈസ കാണില്ല. ബാങ്കിൽ നിന്ന് നമുക്ക് 5000 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൈസ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് പാസ്ബുക്ക്, അക്സെപ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഇതാണ്. പിന്നെ താഴെയായിട്ട് മൊബൈൽ പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി ബിൽ, പിന്നെ മൂവീസ്, ബസ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഷോപ്പ് ചെയ്യുന്നതിനുണ്ട് ഇലക്ട്രിസിറ്റി, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ മണി എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആഡ് മണി കൊടുക്കുക. ഇതിൽ നമുക്ക് ആവശ്യമുള്ള പൈസ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ 100 രൂപയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം എനിക്ക് ആഡ് മണി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇൻസ്റ്റാൾ ചെയ്ത് പേടിഎം ലോഗിൻ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലോഗിനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ലോഗിനായി കഴിഞ്ഞു. പൈസ എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. ആഡ് മണി കൊടുക്കുക. ഇവിടെ നമ്മുടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 100 രൂപ കൊടുക്കുകയാണ്. ആഡ് മണി കൊടുക്കുക. ഞാൻ ഓൾറെഡി ബാങ്ക് നിന്നും ക്യാഷ് നേരത്തെ വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ അക്കൗണ്ടിലെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ CCV നമ്പറുണ്ട്, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. പേ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് നിങ്ങൾക്കും എല്ലാം പുതിയതായി ചെയ്യുന്ന എല്ലാവർക്കും വരും.
നമുക്ക് OTP ഇവിടെ ക്ലിക്ക് ചെയ്യുക. OTP വേണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് OTP ചെയ്യണം. നമ്മുടെ ബാങ്കിൻ്റെ സുരക്ഷിതത്തിനാണ് നമ്മൾ ആ OTP ചെയ്യുന്നത്. ഇപ്പോൾ ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരും. OTP ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ്ഡ് അത് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോസസ്സായ സക്സസ് എഴുതി കാണിക്കും. ട്രാൻസാക്ഷൻ ബി പ്രോസസ്, പ്ലീസ് വെയിറ്റ്. മെസ്സേജ് വന്നു കഴിഞ്ഞു. എനിക്ക് എൻ്റെ ഓർഡർ ഓക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 100 ഞാൻ മൊബൈൽ ബാങ്കിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, എൻ്റെ പാസ്ബുക്ക് എടുത്ത് നോക്കാം. പാസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് 100 രൂപയുണ്ട്. ഇത് നമ്മൾ ട്രാൻസാക്ഷൻസ് ആണ്. ഇത് പെയ്ഡ്, ആർക്കെങ്കിലും കൊടുത്ത ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇവിടെ പെയ്ഡ് എടുക്കുക. റിസീവ് ചെയ്ത ട്രാൻസാക്ഷൻസ് ബാങ്കിൽ നിന്ന് റിസീവ് ചെയ്താണെങ്കിൽ ഇവിടെ എടുക്കുക. ഈ പൈസ തിരികെ നമുക്ക് എത്ര രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തിരികെ കൊടുക്കുന്നതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കണം. സെൻഡ് മണി ടു ബാങ്ക്, ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിന് ഈ പൈസ തിരികെ നമ്മുടെ ബാങ്കിൽ എത്തുന്നത്. ഈ പൈസയല്ല, നമുക്ക് അയച്ചു തരുന്ന പൈസയാണെങ്കിലും അത് എത്ര രൂപ ഉണ്ടെങ്കിലും നമ്മൾ ഈ സെൻഡ് മണി ടു ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആഡ് മണി ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതാണ്. ആ ബാങ്കിലേക്ക് നമ്മുടെ പൈസ നമ്മൾ റിട്ടേൺ ടു ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ഇടുന്നതാണ്. അടുത്തതായി നമുക്ക് എങ്ങനെ പേ ചെയ്യാമെന്ന് നോക്കാം. പേ ചെയ്യുമ്പോൾ ഒരു QR കോഡിൻ്റെ ഒരു ഓപ്ഷൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതാണ്. നമുക്ക് ആർക്കാണ് പേ ചെയ്യേണ്ടത് അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്തുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ വഴി നമുക്ക് അവരുടെ സ്കാൻ കോഡ് എടുത്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ കഴിയും. നമ്മുടെ സ്കാൻ കോഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതായിരിക്കും നമ്മുടെ സ്കാൻ കോഡ്. ഈ സ്കാൻ കോഡ് വഴി നമുക്ക് ഇങ്ങോട്ട് പൈസ അയക്കാൻ കഴിയും. ഈ സ്കാൻ കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പല കടകളുടെയും മുമ്പിൽ ഇപ്പോൾ Paytm ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സ്കാൻ കോഡ് നമുക്ക് കാണാൻ കഴിയും. ഈ സ്കാൻ കോഡ് നമുക്ക് ഇതുവഴി സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഇതെടുക്കുക, പേ ചെയ്യുക. ഈ സമയത്ത് ആ കടയുടെ മുമ്പിലുള്ള സ്കാൻ കോഡ് ഇതേപോലെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടത് ഈ സ്കാൻ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് കാണിക്കും. അതിനുശേഷം നമ്മൾ പൈസ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോകും. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ നമ്പറാണ്, എനിക്ക് ഫോൺ നമ്പറിലാണ് ഞാൻ പൈസ അയക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫോൺ നമ്പറിൽ 15,000 രൂപ വഴി ഇവിടെ അയക്കാൻ കഴിയുകയുള്ളൂ. ഞാനിവിടെ ഫോൺ നമ്പറിൽ പൈസ അയക്കുകയാണ്. ഞാനിവിടെ ഫോൺ നമ്പറിൽ 10 രൂപ അയക്കുകയാണ്. ഡൺ ചെയ്തു, പ്രൊസീഡ് കൊടുക്കുന്നു. പേ ടു 10 rupees. 10 രൂപ പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വീണ്ടും ഹോം വരികയാണ്. നമ്മുടെ പാസ്ബുക്ക് എടുത്ത് നോക്കുക. പെയ്ഡ്, നമ്മൾ പെയ്ഡ് ഫോർ, ആ പൈസ ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ ബാലൻസ് 90 രൂപ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കാണും. 10 രൂപ നമുക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉള്ളത് ചെയ്ത് നോക്കുക. രണ്ടാമത്തത് മൊബൈൽ പ്രീപെയ്ഡ് ആണ്. നമ്മൾ മൊബൈൽ പ്രീപെയ്ഡ് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ തോന്നുന്ന നമ്പറുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ അതിൻ്റെ ഞാനിപ്പോൾ ഇവിടെ 10 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. പൈസ കുറവായതുകൊണ്ടാണ് 10 രൂപയുടെ ചാർജ് ചെയ്യുകയാണ്. അതവിടെ ഐഡിയ ഉണ്ട്. നമുക്കത് നമുക്ക് ഏത് കമ്പനിക്കാരാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ ആ നമ്പർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്പർ ID ആണെങ്കിൽ അത് ഐഡിയ വരും. പ്രൊസീഡ് ടു പേ കൊടുക്കുകയാണ്. ആ നമ്പറിൽ 10 രൂപ എപ്പോൾ റീചാർജ് ആയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓർഡർ സമ്മറി ഇപ്പോൾ ഉടനെ വരും. 10 രൂപ ചാർജ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബാലൻസ് പാസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നത് 80 രൂപയായി കഴിഞ്ഞു. നമ്മളിവിടെ പെയ്ഡ് ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. 10 രൂപ ഒരാൾക്ക് കൊടുത്തു, 10 രൂപ അതിന് കൊടുത്താൽ ബാക്കി 80 രൂപയുണ്ട്. ഇത് സെൻഡ് ടു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ തിരികെ പോകും. അത് കഴിഞ്ഞ് ഇവിടെ മൂവി ടിക്കറ്റ്സ്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. മൂവി ടിക്കറ്റ് എടുക്കുന്നതിന് നമുക്ക് ലൊക്കേഷൻ, ഞാനിപ്പോൾ തൃശ്ശൂർ കൊടുക്കുകയാണ്. തൃശ്ശൂർ ലൊക്കേഷനായി കൊടുക്കുമ്പോൾ അവിടുത്തെ മെയിൻ തിയേറ്ററുകളിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജോമോൻ്റെ സുവിശേഷം
അങ്കമാലി അതെല്ലാം കിടക്കുന്ന എബി ലോഗൻ, എക്സ്മെൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് എസ് കമാൻഡോ 2. അങ്ങനെയുള്ള എല്ലാ സിനിമകളും നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് ഏത് സിനിമയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ആ സിനിമ നമ്മൾ എടുക്കുക, അത് എബി എടുക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ്റെ എബിയാണ്. ഇനോക്സ് സോവ സിറ്റി മാൾ, അവിടെയാണ് പടം ഇറക്കാവുന്നത്. 7:25 PM 10:15 PM രണ്ട് ഷോ ഉണ്ട്. ഇത് തിങ്കളാഴ്ചത്തേക്കുള്ളതാണ്, സൺഡേ ഞായറാഴ്ചത്തേക്കുള്ളതാണ്. ഇപ്പോൾ 10:15 ടിക്കറ്റാണ് എനിക്ക് ബുക്ക് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എൻ്റെ സീറ്റ്സ് അവൈലബിൾ ആണോ എന്ന് കാണിക്കും. സീറ്റ് അവൈലബിൾ ആണ്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ലോക്കലുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് എക്സിക്യൂട്ടീവ് സീറ്റ് ബുക്ക് ചെയ്യാം. അവിടെ ഞാൻ സീറ്റ് ബുക്ക് ചെയ്യാണ്. കണ്ടിന്യൂ ടു ബുക്കിംഗ്. അപ്പോൾ എത്ര രൂപയാകും എന്ന് കാണിക്കും. 120 രൂപ ടിക്കറ്റിൻ്റെ, ബാക്കി ടാക്സ് എല്ലാം കൂടി 143 രൂപയാണ്. ഇവിടെ പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പേടിഎമ്മിൽ പൈസ ഉണ്ടെങ്കിൽ പേടിഎമ്മിൽ നിന്ന് ഈടാക്കുന്നതാണ്. ഈടാക്കിയിട്ട് അവർ നമുക്കൊരു ടിക്കറ്റ് നമ്മുടെ മൊബൈലിലേക്ക് അയച്ചു തരും. ആ ടിക്കറ്റ് അവിടെ കൊണ്ട് കാണിച്ചാൽ മാത്രം മതി, നമുക്ക് അവിടെ അലൗഡാണ്, ആ തിയേറ്ററിൽ പോകാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് മണി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് വേണം ചെയ്യാം. അത് കഴിയുമ്പോൾ ബസാറിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത് ടീഷർട്ട്, വാച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. എല്ലാത്തിനും വളരെയധികം ഉപയോഗപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.